ചാനലുകളിൽ കൂടി പലപ്പോഴും ചില സാമുദായിക നേതാക്കളെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. അക്കൂടെ നമുക്കറിയാം എന്ത് കാര്യത്തിനും പ്രതികരിക്കുന്ന ഒരു ആളാണ് SNDP ശാഖായോഗത്തിൻ്റെ സമാരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ സാറ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ രസകരമാണ്. ആ ഒരു സംഭാഷണ ശൈലി SNDPയുടെ സമുന്നതനായ നേതാവ് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ശബ്ദം ടി വിയിലൂടെയൊക്കെ വരുമ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. എനിക്ക് തോന്നിയിട്ടുള്ളത് പലതും ചിലപ്പോൾ കേൾക്കാൻ സാധിക്കില്ല, കാരണം ടി വിയുടെ കുഴപ്പമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. അതായത് SNDP ശാഖായോഗം ഇപ്പോൾ ഗുരുദേവും പറഞ്ഞിട്ടുണ്ട്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനാണ്. അപ്പോൾ അതിൽ ഏതാണ് ജാതി എന്നുള്ള കാര്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് ഞാനും ചങ്ങനാശ്ശേരി സുകുമാരൻ ചേട്ടനുമായിട്ട് ഒരു യോഗം കൂടുന്നുണ്ട്. അതിനുശേഷം പ്രഖ്യാപിക്കും അത് ഏത് ജാതി. താങ്ക് യു. ഇനി എല്ലാവർക്കും പ്രിയങ്കരനായ, പ്രത്യേകിച്ച് ചാനലിലൂടെ വരുന്ന ഒരു പ്രശസ്തനായ മജീഷ്യൻ ശ്രീ മുതുകാട്, അദ്ദേഹത്തിൻ്റെ ശബ്ദം നമുക്ക് ആസ്വദിക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്, റൈറ്റ്? വിഷ്ണു, അങ്കിളുടെ കൈകളിലേക്ക് നോക്കുക. അങ്കിളുടെ കയ്യിൽ 10 രൂപ പോലുമില്ല, റൈറ്റ്? വേണിച്ചേട്ടൻ്റെ പോക്കറ്റിൽ ഒരു 10 രൂപയുണ്ട്. ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിൻ്റെ പോക്കറ്റിലും ഒരു 10 രൂപയുണ്ട്. ഇതും അങ്കിൾ നോട്ടമിട്ടിരുന്നു. ഇനിയാണ് അങ്കിൾ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 എന്ന് തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളുടെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയിരിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റൽ പ്രക്രിയയാണ്. ബാക്കി കഥ പറഞ്ഞ് അടുത്ത പൈസ കൂടി അടുത്ത ദിവസം വിഷ്ണുവിൻ്റെ അടിച്ചു മാറ്റാം. അതുവരെ നന്ദി, നമസ്കാരം. ഇനി അതുപോലെ തന്നെ മലയാളത്തിൽ ഒരുപാട് നല്ല നല്ല സിനിമകളിൽ കൂടി നമുക്ക് പരിചിതമായ ഒരു ശബ്ദമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാഷണൽ TV-യുടെ എല്ലാ പരസ്യങ്ങളും ശബ്ദം നൽകുന്നത് ഈ ഒരു വ്യക്തിയാണ്. ആളെ നമുക്കറിയില്ല, പക്ഷേ നമ്മളെ നേർവഴിക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരു പരസ്യമുണ്ട്. പുകവലിക്കരുത്, ഗുഡ്ക ഉപയോഗിക്കരുത്, മദ്യപിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു പരസ്യമുണ്ട്. ആ ഒരു പരസ്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. തിയേറ്ററിൽ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഈ പരസ്യമാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് പുകവലിക്കാരുണ്ടെങ്കിൽ ഈ പരസ്യം വരുമ്പോൾ തുടങ്ങി, വൈഫിനെയൊക്കെ അവിടെ ഇരുത്തിയിട്ട് പുറത്തിറങ്ങി സിഗരറ്റ് വലിച്ചിട്ട് വരും. ഈ പരസ്യം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരറപ്പ് തോന്നും. സിഗരറ്റ് വലിക്കാൻ പാടില്ല. ശരിക്കും ആ വോയിസിലേക്ക് കിടക്കുകയാണ്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ശരാശരി ഒരു പുകവലിക്കാരൻ്റെ ശ്വാസകോശത്തിൽ ഏകദേശം ഇത്രത്തോളം കറകൾ അടിഞ്ഞുകൂടാം. അത് പുറത്തെടുത്താൽ നിങ്ങളൊരു രോഗിയായി മാറും, വലിയ രോഗി. ഇപ്പോൾ ആ പരസ്യം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. നമ്മൾ മിമിക്രികളെല്ലാം കളിയാക്കുന്നത് കൊണ്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടിയൊക്കെ താഴ്ന്ന ലെവലിൽ വളരെ ബേസ് വോയിസിൽ അദ്ദേഹം വീണ്ടും അനൗൺസ് ചെയ്തു തുടങ്ങി. ഈ നഗരത്തിന് ഇതെന്ത് പറ്റി? കേട്ടിട്ടില്ലേ? സിഗരറ്റിന് വലിയ വില കൊടുക്കേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ 12 രൂപ. അതുകൊണ്ട് ആരും വാങ്ങിച്ച് വലിക്കരുത്. അതും കൂടെ വീട്ടിൽ കൊണ്ടുപോയി എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് വേണ്ടി ചിലവാക്കുക. അടുത്ത് ഇനി ഒരുപാട് ലോകരാജ്യങ്ങൾ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന ഒരു പ്രോഗ്രാമുണ്ട്. നമ്മൾ കാണാത്ത ദേശങ്ങളെല്ലാം കാണിച്ചു തരുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിലേക്ക് സഞ്ചാരം എന്ന ആ പ്രോഗ്രാമിലെ വോയിസ് ഓവർ നമുക്ക് ആർക്കും മറക്കാൻ സാധിക്കില്ല. സഞ്ചാരം എന്ന പ്രോഗ്രാമിൻ്റെ വോയിസ് ഓവർ. ഞങ്ങൾ ക്യാമറയുമായി ചെല്ലുമ്പോൾ അവിടെ കുറേ ആൾക്കാർ വട്ടം കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ യാത്ര അമേരിക്കയുടെ നഗരവീഥിയിൽ കൂടിയാണ്. അമ്പരച്ചുംബികളായ ഈ രാജ്യത്തിൽ കൂടി ഞാൻ സഞ്ചരിക്കുമ്പോൾ ഈ രാജ്യം എന്നെ വല്ലാതെ മാടി വിളിക്കുന്നതായി തോന്നുന്നു. എന്നോടൊപ്പം അമേരിക്കക്കാരനായ ബെൻ എന്ന സതീർത്ഥനായ ഗൈഡുമുണ്ട്. യാത്രയിലുടനീളം ബെൻ ഒരുപാട് തമാശകൾ പറഞ്ഞ് എന്നെ പൊട്ടിച്ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും എനിക്ക് അദ്ദേഹത്തിൻ്റെ ഭാഷ മനസ്സിലാവുന്നില്ല. തിരികെ നാട്ടിലെത്തി എൻ്റെ സുഹൃത്തിനോട് ബെൻ പറഞ്ഞ തമാശകളെപ്പറ്റി പറഞ്ഞപ്പോഴാണ് ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. യാത്രയിലുടനീളം ബെൻ എൻ്റെ തന്തയ്ക്ക് വിളിക്കുകയായിരുന്നു എന്ന സത്യം. സഞ്ചാരം ഇനി അടുത്തയാഴ്ച. ഇനി മലയാളത്തിൽ ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച മലയാളത്തിൻ്റെ ജനപ്രിയ സംവിധായകൻ ശ്രീ രഞ്ജിത്ത്. ഒരു നല്ല നടനാകണമെങ്കിൽ
ജീവിതാനുഭവം വേണം, നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കഥാപാത്രങ്ങളാക്കി പഠിക്കുവാനുള്ള മനസ്സ് വേണം. മോഹൻ, നിങ്ങളൊരു നടനാകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളതായിരിക്കും. ഇനി എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ്റെ പാട്ടിലേക്കല്ല, കീർത്തനമല്ല, ആ വോയിസ് അനുകരിക്കാൻ ശ്രമിക്കുകയാണ് സാർ. എന്നെക്കാളും നന്നായിട്ട് പുള്ളി ചെയ്യും, അതുകൊണ്ട് ഇപ്പോൾ പുള്ളി ചെയ്യട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവമാണ് ദാസേട്ടൻ. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടം കൊണ്ടാണ് ഈ ശബ്ദം എനിക്ക് പഠിക്കാൻ പറ്റിയത്. അതുകൊണ്ട് തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ശബ്ദത്തിലേക്ക് പോകാം. സംഗീതം നമ്മുടെ മനസ്സിൽ ഈശ്വരൻ, ജഗദീശ്വരൻ നൽകിയിരിക്കുന്ന ഈ ഏറ്റവും വലിയ ഒരു വരദാനാണ് സംഗീതം. അപ്പം ആ ഒരു സംഗീതത്തെ നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പൂജിക്കുന്നു, അതുപോലാണ് ഓരോ മനുഷ്യരിലും ഈശ്വരൻ വസിക്കുന്നത്, സംഗീതം വസിക്കുന്നത്. നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വെറുതെ കലഹിക്കാതെ എല്ലാവരിലുമുള്ള ഈശ്വരൻ, ജഗദീശ്വരൻ ഒന്നാണെന്നുള്ള വലിയൊരു ബോധ്യം നമ്മളെല്ലാവരിലും ഉണ്ടാവണം. ഇവിടെയുള്ള എല്ലാവർക്കും ഈശ്വരൻ, ജഗദീശ്വരൻ ഒരുപാട് ഒരുപാട് നന്മകൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഇനി ഇവിടെ മമ്മൂക്ക ഫാൻസ് ഒന്ന് കൈയടിച്ചേ. ലാലേട്ടൻ ഫാൻസ്, എൻ്റെ ഫാൻസോ? ഓക്കെ, കുഴപ്പമില്ല, താങ്ക് യു. എനിക്കെന്തായാലും ദാസേട്ടനൊക്കെ കൈയടിച്ച് എനിക്കിതിലപ്പുറം വലിയൊരു സന്തോഷമില്ല. താങ്ക് യു സാർ, താങ്ക് യു സാർ. അപ്പോൾ മമ്മൂക്കക്ക് വേണ്ടി 2 ഡയലോഗ് ബിഗ് ബി എന്ന ചിത്രത്തിലെ. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നറിയാം, പക്ഷേ ബിലാല് പഴയ ബിലാല് തന്നെ. ഇനി 6-ാം തമ്പുരാൻ എന്ന ചിത്രത്തിൽ ലാലേട്ടൻ്റെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാണ്. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകളുരുകുന്ന ഒരു വേനൽ പകലിൽ ഖാളിയാർ ഗർജിച്ചു. മിയ ഡാൻസിൻ്റെ ഖാളിയാർ, ഖരാനകളുടെ ഖാളിയാർ. ഗതകാല സ്മൃതികളിൽ ശവകുടീരങ്ങളുടെ മൗനം പേറുന്ന കൊട്ടാരങ്ങളിൽ ദ്രുപതിൻ്റെ വിറയാർന്ന വേദന കേൾക്കാൻ ചെവി ഓർത്താൽ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന് മോഹമായിട്ട് നേരെ ചെന്ന് കയറിയത് ഒരു സിംഹത്തിൻ്റെ മടയിൽ. ഉസ്താദ് ബാദുഷാ ഖാൻ ആവശ്യം അറിയിച്ചപ്പോൾ ദക്ഷിണ വയ്ക്കാൻ പറഞ്ഞു. ഒരു തൻ്റെ ഓട്ടക്കേശിയിൽ എന്തുണ്ട്? സപനോं की जिंदगी जो कभी नहीं खत्म हो जाती है. താങ്ക് യു. ഇനി അവസാനമായി ഒരു കാര്യം കൂടി ചോദിക്കുകയാണ്. പല നടന്മാർക്കും പലരെയും അനുകരിച്ചുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് കടന്നു വന്നതെന്ന് ഒരു ആക്ഷേപമുണ്ടായിരുന്നു. പക്ഷേ സുരാജേട്ടൻ അത് പ്രൂവ് ചെയ്തപ്പോഴും പലരും അതങ്ങനെയല്ല എന്നും പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സംഭവം സുരാജിനെ വേദി കാണിക്കുകയാണ്. അത് ഞാൻ ഇപ്പോഴും ഒരു ടി വിയിലൂടെ അത് കാണിച്ചതേ ഉള്ളൂ. ആവർത്തനം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. അതായത് ഞാനും ജഗദീഷ് ഏട്ടനും ലാലേട്ടനും കൂടി അമേരിക്ക പ്രോഗ്രാമിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ജഗദീഷ് ഏട്ടനും ഭീമൻ രഘുവും എന്ന് പറയുന്ന 2 താരങ്ങൾ മലയാളത്തിലെ ജയൻ, അനശ്വരനായ ജയനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ നിഷേധിച്ചു. പക്ഷേ ഞാൻ പറയുന്നു, ഇവർ 2 പേരും ജയനെ ഇമിറ്റേറ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. കാരണം ശബ്ദത്തിലല്ല, അവരുടെ ആ നടപ്പിലും അവരുടെ ചലനങ്ങളിലെല്ലാം വളരെ ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. അത് നിങ്ങൾക്കായിട്ട് ഞാൻ അവതരിപ്പിക്കാം. അന്ന് അമേരിക്കയിൽ വെച്ച് ഇത് ചെയ്തപ്പോൾ അവിടെ എല്ലാവർക്കും എല്ലാം മനസ്സിലായി കറക്റ്റാണെന്ന്. അവസാനം ജഗദീഷ് ഏട്ടൻ തന്നെ പറഞ്ഞു, ഇത് പുറത്തൊന്നും പറയരുത്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ പുറത്ത് പറയുന്നു. പറയരുത് എന്ന് പറയുന്ന കാര്യം പറയുന്ന ശീലമുള്ളതാണ് നമ്മൾ മലയാളികൾ. അതുകൊണ്ട് തന്നെ നമ്മൾ അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ തുടങ്ങുകയാണ്. ആദ്യം ജയൻ, അവരുടെ ശബ്ദമുണ്ടല്ലോ, അവിടെ നിൽക്കാൻ, അവിടെ നിൽക്കാൻ. നീ എന്നോട് ടെമ്പിളറി ശല്യം ചെയ്യുന്ന അലബലാദി ഷാജി. അദ്ദേഹത്തിന് ആക്ഷൻ എടുക്കാൻ വളരെ ഈസിയാണ്. ചൂയിങ്ക എടുക്കുക, ജസ്റ്റ് ഒന്ന് ചവയ്ക്കുക. അവിടെ നിൽക്കാൻ. വീട്ടിൽ പോടാ. എടാ വീട്ടിൽ പോകാൻ.
ഭീമൻ രഘു അറിയാലോ. വരണം ശ്രീന്തിയൂടൻ. ഈ പരഭൂമോനെ പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ അങ്ങ് കണ്ണൂർ കോട്ട മൈതാനം വരെ പാട്ടിയെ തല്ലുന്നമാര് തല്ലിയതാ. കുറേ കാലമാടാ കൈയും കാലൊക്കെ ഒന്ന് അനക്കിയിട്ട്. ഇത്രയും പറയും. ലാലേട്ടൻ്റെയൊക്കെ പടത്തിൽ നിന്ന് വേഷ ഇടിയുമായിരിക്കും പോകും. ഇനി ജഗദീഷ് ചേട്ടനെ നമ്മൾ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇവരുടെ നടത്ത വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ജയൻ, അല്പം കൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ജയനിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ്, നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിൻ്റെ ഏരിയ കുറവാണ്, എന്നാലും റെഡി. മ്യൂസിക്. Thank you, sir, all of you. Thank you very much.